നമസ്കാരം. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന യുദ്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ പോക്കറ്റ് കാലിയാക്കുന്നത് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അതൊരു അദൃശ്യമായ ലോക്ക്ഡൗൺ പോലെയാണ്. ഈ വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് രാഘവൻ എന്നൊരു ഓട്ടോ ഡ്രൈവറെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാം. നഗരത്തിലെ തിരക്കേറിയ കവലയിൽ തന്റെ ഓട്ടോ നിർത്തിയിട്ട് അയാൾ പെട്രോൾ പമ്പിലെ ആ ഡിജിറ്റൽ ബോർഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ അക്കങ്ങളിങ്ങനെ ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ആ അക്കങ്ങൾ വെറുമൊരു വില മാത്രമല്ല കേട്ടോ. തന്റെ കുട്ടികളുടെ സ്കൂൾ ഫീസ് മുടങ്ങുന്നതിൻ്റെയും വീട്ടിലെ ഭക്ഷണം കുറയുന്നതിൻ്റെയുമൊക്കെ ഭയപ്പെടുത്തുന്ന സൂചനകളാണതെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതെ, ആ ഒരവസ്ഥയെ നമുക്കിങ്ങനെ പറയാം: യുദ്ധം അവിടെയാണ്, പക്ഷേ വിശപ്പ് ഇവിടെയാണ്. ഇന്നത്തെ തെരുവുകളിലെ യഥാർത്ഥ അവസ്ഥ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒന്നാണിത്. ആഗോളതലത്തിലുള്ള സപ്ലൈ ചെയിനുകൾ, അതായത് ചരക്കുനീക്കങ്ങൾ, പൊടുന്നിനെ തടസ്സപ്പെടുമ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ളൊരു പ്രശ്നം എങ്ങനെയാണ് നിമിഷനേരം കൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ സാമ്പത്തിക മരവിപ്പായി മാറുന്നതെന്നിത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൗതുകകരമായൊരു കാര്യം എന്താണെന്നാൽ, പെട്ടെന്ന് പണപ്പെരുപ്പവും വിലക്കയറ്റവും വരുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്തൊക്കെയാണ് അനാവശ്യ ചെലവുകൾ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും, അല്ലേ? പെട്രോൾ വില കൂടിയതോടെ രാഘവന് ഓട്ടോക്കൂലി കൂട്ടേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും യാത്രക്കാർ ഓട്ടോ ഉപേക്ഷിച്ച് വില കുറഞ്ഞ ബസ്സുകളിലേക്ക് മാറി. അതുപോലെ തന്നെ പണ്ട് കുടുംബസമേതം പുറത്തുപോയി ഭക്ഷണം കഴിച്ചിരുന്നവരൊക്കെ ഇന്ന് അതൊരു വലിയ അനാവശ്യ ചെലവായി കാണാൻ തുടങ്ങി. ഫലമോ, രാഘവനെപ്പോലെയുള്ള സാധാരണക്കാർ കാലിയായ സീറ്റുകളുമായി കാത്തുകിടക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പഴയ ചില യുദ്ധങ്ങളുടെ മാറ്റൊലകളിലേക്കൊന്ന് പോകാം. ഒരു നൂറ്റാണ്ടിന്റെ സാമ്പത്തിക ആഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. എവിടെയോ നിന്ന് തൊടുക്കുന്ന ഒരു മിസൈൽ ഇന്ന് നമ്മുടെ ഊണുമേശയിലെ പാത്രങ്ങൾ കാലിയാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനിയിലുണ്ടായ ആ വലിയ പണപ്പെരുപ്പം ഓർമ്മയുണ്ടോ? വെറുമൊരു റൊട്ടി വാങ്ങാൻ ജനങ്ങൾക്ക് ഒരു കൈവണ്ടി നിറയെ പണവുമായി പോകേണ്ടി വന്നു. വിറകിനേക്കാൾ വിലക്കുറവ് നോട്ടുകൾക്കായതുകൊണ്ട് അവർ പണം കത്തിച്ച് തീ കായുന്ന അവസ്ഥ പോലുമുണ്ടായി. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവശ്യസാധനങ്ങൾ പൂഴ്ത്തിവെച്ചതും മറ്റും കാരണം ഇന്ത്യയിലുണ്ടായ ആ ദാരുണമായ ബംഗാൾ ക്ഷാമം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണെടുത്തത്. ഇനി അതിലേക്ക് പോയില്ലെങ്കിലും ഗൾഫ് യുദ്ധങ്ങൾ ലോകത്തെ ഇന്ധനവിലയെ എങ്ങനെയാണോ ഒറ്റയടിക്ക് മാറ്റിയെഴുതിയത് എന്ന് നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഇവിടെ വളരെ വ്യക്തമായ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. പണ്ടുകാലത്തെ യുദ്ധങ്ങൾ വാളുകളും ടാങ്കുകളുമൊക്കെ ഉപയോഗിച്ച് പ്രാദേശികമായ കൃഷിയിടങ്ങളും ഗ്രാമങ്ങളുമാണ് നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ യുദ്ധങ്ങൾ അങ്ങനെയല്ല. ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളും ഡിജിറ്റൽ ഉപരോധങ്ങളുമാണ് ഇന്നത്തെ ആയുധങ്ങൾ. അവ ആഗോളതലത്തിലുള്ള ചരക്ക് നീക്കത്തെ നിമിഷനേരം കൊണ്ട് സ്തംഭിപ്പിക്കുകയും അപ്പോൾ തന്നെ വലിയ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് നടക്കുന്നത്. ഒന്നാമതായി, എവിടെയെങ്കിലും ഒരു ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. അതോടെ പ്രധാന കടൽപ്പാതകൾ അടയുന്നു. രണ്ടാമതായി, ലോകമെമ്പാടും സാമ്പത്തിക ഉപരോധങ്ങൾ അഥവാ സാങ്ഷൻസ് വരുന്നു. മൂന്നാമതായി, ഇന്ധനത്തിനും കൽക്കരിക്കും ഒറ്റയടിക്ക് വില 4 ഇരട്ടിയാകുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? അവശ്യ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, ഫാക്ടറികൾ നിലയ്ക്കുന്നു. ഒരു പ്രശ്നം എങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ കടകൾ കാലിയാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അദൃശ്യമായ ലോക്ക്ഡൗൺ. പ്രാദേശിക സമ്പദ്വ്യവസ്ഥ അങ്ങനെ അങ്ങ് മരവിക്കുമ്പോൾ എന്തുണ്ടാകുമെന്ന് നോക്കാം. ഈ വലിയ മാറ്റങ്ങളൊക്കെ അവസാനം വന്നെത്തുന്നത് നമ്മുടെ സ്വന്തം തെരുവുകളിലേക്കാണ്. വിലക്കയറ്റം അതിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ വളരെ ദാരുണമായൊരു വൈരുദ്ധ്യം നമുക്ക് കാണാം. സ്വന്തമായി ബാങ്കിൽ പണമുള്ളവർക്ക് അത് പിൻവലിക്കാൻ ലിമിറ്റുകൾ വരുന്നു. എന്നാൽ തീരെ പണമില്ലാത്തവരോ, ജീവിക്കാൻ ഗതിയില്ലാതെ അവർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു. ശ്രീലങ്കയിലുണ്ടായ വലിയ സാമ്പത്തിക തകർച്ചയും പ്രക്ഷോഭങ്ങളും ഇതിനുത്തമ ഉദാഹരണമാണല്ലോ. സത്യത്തിൽ ഇതൊരു തൊഴിലിനോ ഉയർന്ന ശമ്പളത്തിനോ വേണ്ടിയുള്ള സമരമൊന്നുമല്ല, മറിച്ച് കേവലം ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ വളരെ നിഷ്പക്ഷമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷങ്ങളൊക്കെ പലപ്പോഴും അഭിമാനത്തിൻ്റെയും അതിർത്തികളുടെയും ഒരു വലിയ പ്രത്യാശാസ്ത്ര ചതുരംഗക്കളയായിരിക്കാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യനത് അങ്ങനെയല്ലല്ലോ. അവർക്കത് പുകയുന്ന അടുക്കളയും നിലച്ച തൊഴിലും സ്വന്തം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വപ്നങ്ങളുടെ തകർച്ചയുമാണ്. ഇതൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. കോടിക്കണക്കിന് ഡോളറുകൾ വില വരുന്ന ഒറ്റ യുദ്ധവിമാനത്തിൻ്റെയോ മിസൈലിൻ്റെയോ കാശുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പട്ടിണി മാറ്റാൻ കഴിഞ്ഞേക്കും. ഈ ആയുധങ്ങൾക്കും മറ്റും വേണ്ടി ലോകം ചിലവഴിക്കുന്ന കോടാനുകോടി രൂപ കൃഷിക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന ചിന്ത ഇവിടെ വളരെ പ്രസക്തമാണ്. എങ്കിലും ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യത്വത്തിൻ്റെ ചില നല്ല കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്.
ഈ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ അയൽക്കാർ തങ്ങളുടെ പക്കലുള്ള ഭക്ഷണം പരസ്പരം പങ്കുവയ്ക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടായി കൃഷിയിറക്കുന്നു. അതുപോലെ ഇടനിലക്കാരില്ലാത്ത ഗ്രാമങ്ങളിലെ സാധനങ്ങൾ നേരിട്ട് നഗരത്തിലെത്തിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞ രാഘവൻ്റേതുപോലെ നിലച്ചുകിടക്കുന്ന ഒരു ഓട്ടോറിക്ഷ തന്നെ ഉപയോഗിക്കുന്ന അതിജീവനത്തിന്റെ പുതിയ വഴികൾ സാധാരണക്കാർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കും മുൻപ് ഒരു ചോദ്യം ബാക്കിയാവുന്നു. യുദ്ധത്തിന്റെ യഥാർത്ഥ വില സാധാരണക്കാരന്റെ തകർന്ന സ്വപ്നങ്ങളാണെങ്കിൽ ഇത്തരം അദൃശ്യ ലോക്ക്ഡൗണുകൾ എത്ര കാലം കൂടി ഈ ലോകത്തിന് താങ്ങാനാവും? സംഘർഷങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്നും അതാരുടെ പോക്കറ്റിൽ നിന്നാണ് ഈടാക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ട സമയമാണിത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി.